രാവിലെ തന്നെ എഴുന്നേറ്റ് ഇന്നും സ്കൂളിൽ പോകണമല്ലോ എന്ന് ആലോചിച്ച് കുറച്ച് നേരം ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കും. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോൾ ഇന്നലെ പിള്ളേരോട് ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് ലീവായിരിക്കുമെന്ന്. അപ്പോൾ ഇന്ന് കയറി ചെന്ന് അവരുടെ മുഖത്തുള്ള എക്സ്പ്രഷൻ കണ്ട് ചിരിക്കാലോ എന്ന് ആലോചിച്ചപ്പോൾ റെഡി ആവാനുള്ള മോട്ടിവേഷനായി. ഇന്ന് സ്കൂളിൽ പോയി പറയാനുള്ള എല്ലാ ക്ലീഷേ ഡയലോഗ്സും ഞാൻ റിഹേഴ്സ് ചെയ്തു. ഇതെന്താ ചന്തയാണോ? ഇതൊരു ചന്തയാണോ അതോ ക്ലാസ് റൂമാണോ? എൻ്റെ കരിയറിൽ ഇത്രയും വൃത്തിയായിട്ട ക്ലാസ് റൂം ഞാൻ കണ്ടിട്ടില്ല. വാവ്, ഇപ്പം ശരിയായി. ഇനി നമുക്ക് പോവാം. സ്കൂളിൻ്റെ ഗേറ്റിൽ എത്തുമ്പോൾ തന്നെ സ്ഥിരമായിട്ട് ശല്യം ചെയ്യുന്ന പിള്ളേരൊന്നും ഇന്ന് വന്ന് കാണല്ലേ ദൈവമേ എന്ന് ഞാനൊന്ന് പ്രാർത്ഥിക്കും. ശ്രീലക്ഷ്മി വന്ന് കാണണേ എന്നും പ്രാർത്ഥിക്കും. ഇന്ന് വരില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആരും പ്രിപ്പയർഡ് ആയിരിക്കില്ല. അതുകൊണ്ട് ഇന്നൊരു ക്ലാസ് ടെസ്റ്റ് ഇടാം. ലഞ്ച് ബ്രേക്കിന് ഇരിക്കുമ്പോൾ തന്നെ സ്റ്റാഫ് റൂമിലോട്ട് ഓരോ പിള്ളേർ കയറി ഇങ്ങനെ വരും. ബുക്കുണ്ടോ ചോക്കുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ ഇന്ന് കഴിക്കാൻ നല്ല പുട്ടും കടലയും 2 പീസ് വറുത്ത മീനുമാണ് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ആരോടും മിണ്ടാത്ത അനിത ടീച്ചർക്ക് ഇന്ന് എൻ്റെ വറുത്ത മീൻ കിട്ടിയേ പറ്റൂ. ഉച്ചയ്ക്ക് ശേഷം PT സാറിനെ കണ്ടുപിടിച്ചിട്ട് ആ ക്ലാസ് ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് അവരുടെ ക്ലാസ്സിലോട്ട് ഞാൻ പോകും. തിരിച്ച് വീട്ടിൽ വന്നാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പേപ്പർ ചെക്ക് ചെയ്യാനോ നോട്ട്സ് നോക്കാനൊന്നും അല്ല എനിക്കിഷ്ടം. രാവിലെ ഉണ്ടാക്കിയ നമ്മുടെ പുട്ടും കടലയും പിന്നെ ഒരു പപ്പടവും കൂടി ചുട്ടിട്ട് നമ്മുടെ Z5 ഓണാക്കി എനിക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും കാണുമ്പോഴാണ് വീട്ടിൽ വന്ന ഒരു സുഖം കിട്ടണം. സ്കൂളിൽ നിന്ന് പാസ്സായിട്ട് എന്നും സ്കൂളിൽ പോകണമല്ലോ എന്ന് ആലോചിച്ച് ഞാൻ പിന്നെയും കിടന്നുറങ്ങും.